രാജു, ഋതു എവിടെയായി? ഞാൻ ദാ വന്നോണ്ടിരിക്കുക. ഇപ്പൊ അമ്പലത്തിനടുത്തെത്തും. ഞാനിവിടെ അമ്പലത്തിലുണ്ട്. ഞാൻ ദാ ഇപ്പൊ വരാം. ഈശ്വര, മഴക്കാറ് മാറിയെന്ന് തോന്നുന്നു. ആശ്വാസം. ഒന്ന് വേഗം പോവോ? ശരി മാഡം. ഉയ്യോ, പട പേടിച്ച് പാലക്കാട് എത്തിയപ്പോ പാലയിൽ നിന്ന് ചുടലേക്ഷി. ഈ മാറണം എന്തിന് ഇവിടെ വന്ന്? ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. മാറി നിൽക്കാം. എന്തായാലും ഇവിടെ നിൽക്കാം. ഋതു വരുമ്പോ വിളിക്കുമല്ലോ. പെട്ടെന്ന് വന്നോ? നീയോ? രാജു എന്താ ഇവിടെ? എന്താ രാജു നിന്ന് പരിങ്ങുന്നേ? ഏയ്, എനിക്ക് പരിങ്ങളൊന്നുമില്ല. നീ എന്താ ഇവിടെ? ഞാനിവിടെ അമ്പലത്തിൽ വന്നതാ. അപ്പൊ രാജു ഇങ്ങോട്ട് വരുന്നത് കണ്ടു. എന്നാ പിന്നെ കണ്ടിട്ട് പോകാന്ന് കരുതി. എന്റെ പൊന്നു നന്ദനെ. ഓ, ആശ്വാസം. എന്നെ ഒന്ന് പൊന്നേന്ന് വിളിച്ചല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ വിളിച്ചല്ല. നീ കാരണം എന്റെ ലൈഫ് ആകെ തകർന്നു. ഇനിയും എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുക. ആ ഋതിക അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് ഞാൻ എന്താ ചെയ്യാനാ? ഋതികയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കില്ലായിരുന്നു. ദേവി, ഇത് നീ ഇവിടെ നിന്ന് പോ നന്ദനെ. ഞാനെന്തിനു പോണം? ഞാൻ രാജുവിനെ കാണാനല്ലേ വന്നേ. എന്നെ നീ എന്തിനു കാണണം? എന്നെ കാണാൻ എന്റെ ഭാര്യയുണ്ട്. മറ്റാരും കാണുന്നേലേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. രാജു എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്തിനാ നിന്നെ സ്വീകരിക്കുന്നത്? ദേ, എനിക്ക് എന്റെ ലൈഫില് എന്റെ ഋതു മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. അതെന്താ രാജു അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഋതികയെക്കാളും സുന്ദരിയല്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്റെ കണ്ണിലെ ഈ ലോകത്തെ ഏറ്റവും സുന്ദരി എന്റെ ഋതികയാ. അവളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ മറ്റാരെയും സ്നേഹിക്കുന്നില്ല. പക്ഷേ അവളെ തിരിച്ചു സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ രാജുവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ നന്ദനെ, എന്റെ ജീവിതത്തിൽ നീ ഇനിയും പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒരുവിധം എല്ലാം സോൾവ് ആയി വരുവാ. ഋതു എന്നെ കാണാനായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോണം. അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട്. പ്ലീസ്, ഇനിയെങ്കിലും ഞങ്ങൾ ഉപദ്രവിക്കരുത്.